വീണ്ടും വാർത്തയിലേക്ക്. എറണാകുളം അങ്കമാലിയിൽ ഒരാളെ ചവിട്ടിക്കൊന്ന ആനയെ തളച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് മയക്കുവെടി വെച്ച് വടം കെട്ടി തളച്ചിരിക്കുന്നത്. ലോറി ഡ്രൈവർ വിഷ്ണുവിനെയാണ് ആന ചവിട്ടിക്കൊന്നത്. അബ്ദുൾ റഹീം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അബ്ദുൾ റഹീം, എന്തായാലും വടം കെട്ടി ആനയെ ഇപ്പോൾ നിലവിൽ തളച്ച ഒരു സാഹചര്യമാണുള്ളത്. ഈ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? നിലവിലെ ഈ പരിക്കൊക്കെ പറ്റിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ചികിത്സ നടക്കുന്നുണ്ടോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ? രുചിഷ്, മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയെ പൂർണ്ണമായും തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ആശ്വാസകരമായൊരു വാർത്ത. ഒരാളുടെ വരെ കലാശിച്ച ഒരു സംഭവമാണ് ഉണ്ടായത്. ഏതായാലും അങ്കമാലി കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് തൊഴാനായി എത്തിച്ച ആന, അതായത് മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് തൊഴാനായി എത്തിച്ച ആനയാണ് അവിടെ വെച്ച് ഇടയുകയും ഈ ലോറിയുടെ ഡ്രൈവറായിരുന്ന, അതായത് ഈ ആനയുടെ ലോറി ഡ്രൈവറായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ആന പെട്ടെന്ന് അക്രമാസക്തനാവുകയും പാപ്പാനെ തട്ടി മാറ്റിക്കൊണ്ട് വിഷ്ണുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിഷ്ണു കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വിഷ്ണുവിൻ്റെ മൃതദേഹം നിലവിൽ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പാപ്പാൻ, അതായത് ഒന്നാം പാപ്പാൻ പ്രദീപ് അതീവ ഗുരുതരാവസ്ഥയിൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടാതെ ഈ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് ആനയെ മയക്കുവെടി വെക്കുകയും പിന്നീട് ഇപ്പോൾ പൂർണ്ണമായും തളയ്ക്കുകയും ചെയ്തത്. ആനയുടെ കാലിൽ വടം കെട്ടിക്കൊണ്ട് പൂർണ്ണമായും തളച്ചിട്ടുണ്ട്. കൂടാതെ ആനയുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം വടം കെട്ടുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ആന തിരിയുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് ഇനിയും കുറച്ചു നേരം കൂടി കാത്തു നിൽക്കണം. കാത്തു നിന്നതിന് ശേഷമായിരിക്കും ആനയ്ക്ക് ഏതെല്ലാം രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അതുകൂടാതെ ആനയ്ക്ക് ആവശ്യമായ ചികിത്സ ഉൾപ്പെടെ കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അല്പസമയത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ആന ഇപ്പോൾ പൂർണ്ണമായും ശാന്തനായിട്ടുണ്ട്. ആനയെ ഈ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് തളച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രദീപിൻ്റെ നില ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അയാളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം ഒരുപക്ഷെ പുറത്തു വന്നേക്കും. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് കാര്യമായി തന്നെ പരിക്കുണ്ട്. അദ്ദേഹം ICUവിലാണ് ചികിത്സയിൽ തുടരുന്നത്. കൂടാതെ വാരിയെല്ലുകൾ പൊട്ടി എന്ന വിവരവുമുണ്ട്. ഏതായാലും ആ കാര്യത്തിലൊക്കെ കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് പരിക്കേറ്റ് ഒന്നാം പാപ്പാൻ പ്രദീപാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ആനയെ നിലവിൽ മയക്കുവെടി വെച്ച് തളച്ചിട്ടുണ്ട്. മറ്റു